ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ എ ഐ ടൂൾസ് നമ്മുടെ ജോബിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ള ആ ഡിസ്കഷനിൽ കണ്ടിരുന്നു. ഇനി എ ഐ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ജോബ്സ് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി വർക്കായിരിക്കും. അതായത് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ എൻട്രി വർക്കർ ഇരുന്നിട്ട് പർച്ചേസ് ബിൽസോ അല്ലെങ്കിൽ ഇതുപോലെ റീകൺസിലേഷൻസ് ഒക്കെ ചെയ്യുന്ന പ്രോസസ്സായിരിക്കും ഇനി എ ഐ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എ ഐക്ക് മെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടാസ്ക്കാണ് അവർക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എ ഐ ടൂൾസിന്റെ മലയാളം സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന എ ഐ ടൂളാണ് പിക് എ ഐ. ഈ ഒരു ടൂളും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് പേയബിൾ ഓട്ടോമേഷനെയാണ്. അതായത് നമ്മുടെ പർച്ചേസ് ബിൽസ് ഒരു ഹ്യൂമൻ ബീയിങ് ഇരുന്ന് എൻട്രി ചെയ്യുന്നതിന് പകരം എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ എൻട്രി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എ ഐ ടൂൾ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ടും മാനുവൽ ഡാറ്റ എൻട്രി വർക്കായിരിക്കും. അതുപോലെ തന്നെ ഇവർ നമുക്കൊരു അപ്രൂവൽ ഫ്ലോയും തരുന്നുണ്ട്. ആ അപ്രൂവൽ ഫ്ലോയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുവഴി നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ നാനോനെറ്റ്സ് ഒക്കെ കണ്ട സമയത്ത് കണ്ടിരുന്നു ആ ടൂളൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് ഉണ്ടാവും അവർക്ക് ഡാറ്റ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട്. പക്ഷേ ഈ വിക്ക് എഐക്ക് അങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് ഇല്ല. പകരം ഇവർ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് 2017 ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മിഡ് സൈസ് ആൻഡ് ലാർജ് എന്റർപ്രൈസസിനെയും അക്കൗണ്ടിംഗ് ഫേംസിനെയും അതേപോലെ തന്നെ ഫിനാൻസ് ഷെയർഡ് സർവീസസിനെയുമാണ്. അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്തിന്റെ യൂസ് കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെയിനായിട്ടും നമ്മുടെ പർച്ചേസ് ബിൽസിന്റെ ഡാറ്റ എക്സ്ട്രാക്ഷൻ ആണ്. അതുവഴി നമുക്ക് ആ മാനുവൽ വർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ നമുക്കൊരു അപ്രൂവൽ ഫ്ലോയും കൂടി ഇവർ തരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബിസിനസ്സിൽ ഇങ്ങനെയുണ്ട്, ഒരാൾ ഒരു പർച്ചേസ് ബിൽ എൻ്റർ ചെയ്തതിന് ശേഷം അത് അവരുടെ ആ ഒരു സീനിയർ മാനേജർ ചെക്ക് ചെയ്തിട്ടായിരിക്കും അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സീനിയർ മാനേജറിന്റെ അപ്രൂവൽ ഫ്ലോയും കൂടി ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. വൺസ് ഈ ഒരു ടൂള് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം മാനുവലായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. അതിനുശേഷം ഇത് സീനിയർ മാനേജറിന്റെ അടുത്തേക്ക് പോകുന്നു. അയാൾ അപ്രൂവ് ചെയ്തിട്ടായിരിക്കും ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് ഇതിന്റെ പർച്ചേസ് എൻട്രി പോസ്റ്റ് ആവുന്നത്. ആ ഒരു സിസ്റ്റം കൂടെ നമുക്ക് ഈ ടൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ജനറൽ ലെഡ്ജർ സജഷൻസ് ആണ്. നമ്മളൊരു ബില്ല് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ബില്ല് ഏത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്നുള്ള സജഷൻ കൂടി ഇത് നമുക്ക് തരുന്നുണ്ടാവും. അത് മെയിനായിട്ടും നമ്മൾ പണ്ട് ഈ ഒരു ബില്ല് റെക്കോർഡ് ചെയ്തത് എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഈ വെൻഡറിന്റെ പാറ്റേൺസും കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു പ്രോസസ്സിന്റെ എല്ലാം റിസൾട്ട് എന്തായിരിക്കും? നമ്മുടെ റിയൽ ടൈം ഇൻസൈറ്റ്സ് ആൻഡ് ഓഡിറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ പർച്ചേസ് ബിൽസ് എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഏതൊരു എക്സ്പെൻസ് ബിൽ എൻ്റർ ചെയ്യാനായിട്ടാണെങ്കിലും ഒരു ഡിലേയും വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്സ് എല്ലാം കറക്റ്റ് ടൈമിൽ സിസ്റ്റത്തിലേക്ക് കയറും. അപ്പോൾ നമ്മുടെ സെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഫിഗേഴ്സ് എല്ലാം വരുന്നത് റിയൽ ടൈം ഫിഗേഴ്സ് ആയിരിക്കും. അപ്പം നമ്മുടെ ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിങ്ങിനാണെങ്കിലും MIS റിപ്പോർട്ട്സിങ്ങിനൊക്കെ ആണെങ്കിലും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്കിത് പെർഫോമൻസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്രൂവൽ സിസ്റ്റം ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയും കൂടി ഇത് മെഷർ ചെയ്യുന്നുണ്ട്. അവർ എത്ര ടൈമിലാണ് ഇത് അപ്രൂവ് ചെയ്തത്, ഇനി എന്തൊക്കെയാണ് ഇവർ ഇംപ്രൂവ് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇവർ നമുക്ക് കൺസിഡർ ചെയ്ത് തരുന്നുണ്ടാവും. ഈ ഒരു ടൂളിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസും മൾട്ടിപ്പിൾ കറൻസീസും ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് കറൻസീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു കറൻസിന്റെ ഇതും കൂടി ഇവർ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു എക്സ്ട്രാക്ഷൻ ചെയ്യുന്നുണ്ടാവുക. അതുകൂടാതെ നമുക്ക് ERP ഇന്റഗ്രേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, നെറ്റ് സ്യൂട്ട്സ്, അതുപോലെ SAP ഒക്കെ ആയിട്ടാണെങ്കിലും ഇന്റഗ്രേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് അക്കൗണ്ട്സ് എൻട്രീസിന്റെ ഓട്ടോമേഷനും ഇവിടെ പോസിബിൾ ആണ്. കീ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഈ പറയുന്നത് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ പർച്ചേസ് ബില്ലിന്റെ എക്സ്ട്രാക്ഷനും അതിന്റെ ഓട്ടോമേഷനുമാണ്. അടുത്തത് ജനറൽ ലെഡ്ജർ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോമേറ്റഡ് അപ്രൂവൽ ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഓഡിറ്റ് ട്രയൽസും ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും എനിക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് ഇവർ ഇതിന്റെ ഫ്രീ ട്രയൽസ് നമുക്ക് തരാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ബിസിനസ് കുറച്ച് ലാർജ് ആണ്, അങ്ങനെ അപ്പോൾ നമുക്ക് ഇതുപോലെ സിസ്റ്റം പർച്ചേസ് ബിൽസിന്റെ ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഇതൊരു സിസ്റ്റം വേണം, മൾട്ടി കറൻസീസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഡെമോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടൂൾസ് എല്ലാം നമുക്ക് ഫ്രീ ഡെമോ തരുന്നുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ ഈ ഒരു ടൂൾ പർച്ചേസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്.